ഇതൊക്കെ പറഞ്ഞാൽ മതി. വെള്ള ഇല്ലയോ? ഇത് എവിടുന്നാ കിട്ടുന്നേ? പശുവിന് മാത്രമേ പാല് കിട്ടത്തുള്ളൂ? ആട് എരുമ ഒക്കെ കിട്ടില്ലയോ? ഇത് എവിടെ? ഈ പശു ആട് എരുമയൊക്കെ എവിടെയാ ഉള്ളത്? വീടുകളിൽ ഇല്ലയോ? പശുവിനെ ഇതിനെയൊക്കെ വളർത്തുന്ന ആളുകളെ ഏത് പേരിലാണ് നമ്മൾ വിളിക്കുന്നേ? ആർക്ക് പറയാം? പശുവിനെ വളർത്തുന്ന ആളെ ഏത് പേരിലാണ് വിളിക്കുന്നേ? കൃഷി ചെയ്യാറുണ്ടോ? കൃഷി ചെയ്യാറുണ്ടോ? കൃഷി ഒരു കൃഷി ചെയ്യുന്ന ഒരു വസ്തുവിന്റെ പേര് പറയാമോ? നെല്ല് ഇല്ല. നെല്ല്, തെങ്ങ്, മാങ്ങയോ അതുപോലെ ചെയ്യുന്ന ഒരു നഗരമക്കാരല്ല ഞാൻ പറഞ്ഞു. അതുപോലെ ചെയ്യുന്ന ഒരു കൃഷിയാണ് പശു അല്ലെങ്കിൽ പാൽ ഉൽപാദനം ഇല്ലയോ? പാൽ ഉൽപാദിപ്പിക്കുന്ന ആളുകളെ വിളിക്കുന്ന പേരെന്താണെന്ന് നിങ്ങൾക്ക് അറിയാവോ? പാൽ ഉൽപാദിപ്പിക്കുന്ന ആളുകളെ എന്താ പേര് പറയുന്നേ? കർഷകൻ, ക്ഷീരകർഷകൻ. കേട്ടിട്ടുണ്ടോ? ഈ ക്ഷീരകർഷകർ ഉൽപാദിപ്പിക്കുന്ന പാൽ എവിടെയാ കൊടുക്കുന്നേ? പാല് നമ്മുടെ കർഷകരുടെ ഒരു കൂട്ടായ്മയാണ് ക്ഷീര സംഘങ്ങൾ. ഇരിക്കുന്ന ആളുകളെ കണ്ടോ? പടിഞ്ഞാറ് അറ്റത്തിരിക്കുന്ന ചേലക്കാട്ട് രാധാകൃഷ്ണൻ, അദ്ദേഹം ആരാന്നറിയാവോ? കട്ടച്ചറ പാൽ സൊസൈറ്റിയുടെ പ്രസിഡന്റാ. അതിനിപ്പുറത്തിരിക്കുന്നത് ഹബീബ്. അദ്ദേഹത്തിന് അറിയാം. അദ്ദേഹം പണ്ട് ലോട്ടറി കച്ചവടം ചെയ്ത ആളാ. അറിയോ? ലോട്ടറിയുടെ ആഫീസറാണ്, ജില്ലയിലെ ആഫീസറായിരുന്നു. ഇപ്പം ക്ഷീര കർഷകനാണ്, എലിപ്പക്കുളം സംഘത്തിന്റെ പ്രസിഡന്റ്. തൊട്ടിപ്പുറത്ത് ഇത് മോഹനൻ, മങ്കുഴി. നിങ്ങൾ കേട്ടിട്ടുണ്ടോ മങ്കുഴി എന്ന് പറഞ്ഞ സ്ഥലം? മങ്കുഴി സംഘത്തിന്റെ പ്രസിഡന്റാണ്. ദേണ്ടിരിക്കുന്നത് നന്ദകുമാർ. പഴയ ഇപ്പൊക്കെ നിങ്ങളുടെ മാനേരെ ഒരു സംഘം പ്രസിഡന്റും ക്ഷീരകർഷകനും ഒക്കെ ആയിരുന്നു. ഇപ്പോഴും ക്ഷീരകർഷകനാണ് പ്രസിഡന്റ് സ്ഥാനം അഭിമുഖം. മനസ്സിലായോ? അപ്പൊ ഞാനിത് എന്താ പറഞ്ഞ നിങ്ങൾക്ക് മനസ്സിലായോ? ക്ഷീരകർഷകരുടെ ഒരു കൂട്ടായ്മയുണ്ട്, അതാണ് ക്ഷീര സംഘങ്ങൾ. ഈ ക്ഷീര സംഘങ്ങളുടെ കൂട്ടായ്മയാണ് എന്ത്? മിൽമ. മിൽമയ്ക്കൊരു പേരുണ്ട്. മിൽമയിൽ എന്തോ കിട്ടുന്നേ? പാല്. പാൽ എപ്പോഴാണ് നിങ്ങൾക്ക് കിട്ടുന്നേ? രാവിലെ ചോദിക്കേ, രാവിലെ വീട്ടിലെ ഉറപ്പൊക്കെ എഴുതിട്ട് കണ്ണൊക്കെ തിരുമ്മി പല്ലൊക്കെ തെറ്റിട്ട് എന്താ ചെയ്യുന്നേ? എന്താ കഴിക്കുന്നേ? എല്ലാരും പാലാണോ കഴിക്കുന്നത്? പാലും മുട്ടയും കഴിക്കുന്നവരുണ്ട്, ചായ കുടിക്കുന്നവരുണ്ട് ഇല്ലേ? അപ്പൊ ഈ പാല്, ചായ കുടിക്കണേനും പാല് കഴിക്കണേനും എന്ത് കഴിയുന്നത്? നമ്മൾ രാവിലെ എന്തിനാ കാണുന്നത്? പാല് ഇല്ലയോ? അപ്പൊ പാലിനൊരു പേരുണ്ട്. പാൽ